ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ സമയം 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും, കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, അവരായിരിക്കുന്ന ഇടങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ വിവിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഏറെ പ്രത്യേകമായിട്ട് അനുദിനം രാവിലെ 5:30 മണിക്കുള്ള അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും വരാൻ പോകുന്ന അഖണ്ഡ ജപമാല മഹാറാലിയെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഈശോയെ മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ മഹത്വം, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, കർത്താവേ നന്ദി, ആരാധന, മഹത്വം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെ വിഷമതകളിലൂടെ കടന്നു പോകുന്ന മക്കളെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് ഇന്നിവിടെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും മാതാവിനും ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ദിവ്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മുടുവൻമുകൾ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത് 2023 മെയ് മാസം 1-ാം തീയതി ഒരു തീർത്ഥാടന യാത്രയുടെ ഭാഗമായിട്ടാണ്. അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ബസ്സിലെ ഡ്രൈവർ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഒത്തിരി ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഇറക്കുകയായിരുന്നു. അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം കൃപാസനത്തിൽ വരിക എന്നുള്ളത് ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിരുന്നില്ല. എന്നാലും ഇവിടെ വരാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടിയുടെ പ്രോസസ്സ് എല്ലാം കണ്ടു. ഇവിടെ ഒരു അച്ഛൻ ഞങ്ങൾക്ക് ഉടമ്പടിയുടെ രീതികളെല്ലാം നന്നായി പറഞ്ഞു തന്നു. പക്ഷേ എന്നാലും ഉടമ്പടി എടുക്കണം എന്നുള്ള ചിന്ത ഞങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത് കൃപാസനത്തിലെ ഉടമ്പടി എന്ന് പറയുന്നത് അസാധ്യ കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതിലെ മുതലേ തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഒത്തിരി അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ദൈവം വളരെ ഭംഗിയായി പരിപാലിച്ചു പോയതിനാൽ തന്നെ അങ്ങനെ കഠിനമായ ആവശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഡിസംബർ മാസം ആയപ്പോഴത്തേക്കും വളരെ യാദൃച്ഛികമായി പള്ളിയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഒരു ചേച്ചിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ ചേച്ചി ഈശോയെയും അമ്മയെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ഒരു ഫ്രീഡം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, കുഞ്ഞുനാൾ മുതലേ ഞാൻ കൂദാശ ജീവിതത്തിൽ വളർന്നിട്ടും ആ ചേച്ചി സംസാരിക്കുന്ന ആ ഒരു ഫ്രീഡത്തോട് എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല? കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾ, നമുക്ക് ഒരു കൂട്ടുകാരിയെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ആയിരുന്നില്ല ദൈവം. പക്ഷേ ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ച് ഉടമ്പടിയിലൂടെ ഇങ്ങനെ ഒരു ബന്ധം നേടാൻ പറ്റുമെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ബന്ധം എനിക്കും നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ ആ ആഗ്രഹം എൻ്റെ ഭർത്താവിനോട് പങ്കുവച്ചു. അപ്പം ഭർത്താവും ഓഫീസിൽ നിന്നും കൃപാസനത്തെക്കുറിച്ച് കേട്ടു, എനിക്കും പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊരാഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിസംബർ മാസം 23-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ ഭാഗമായിട്ട് 6 നിയോഗങ്ങൾ ഞാൻ എഴുതി. ആ സമയത്ത് എൻ്റെ കുറച്ച് ആവശ്യങ്ങൾ ഞാൻ എഴുതി. എന്നിട്ട് നിയോഗം സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിതിനകത്ത് 6 ആവശ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് തന്നാൽ മതി. ഞാൻ പണ്ട് മുതലേ തന്നെ ഈശോയുടെ ആവശ്യങ്ങൾ പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ ഒരിക്കലും ചോദിക്കാറില്ലായിരുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത്. ഈശോ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അമ്മ വഴി നടത്തി തരും എനിക്കെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആ നിയോഗത്തിൽ ഞാൻ എഴുതിയ ഒരു കാര്യം എൻ്റെ ഹന്നമോളുടെ കാര്യമാണ്. ഹന്നമോളുടെ ചെവിക്ക് വളരെ ഫ്രീക്വൻ്റായിട്ട് ഇയർ ഇൻഫെക്ഷൻ വരുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലുള്ള മിക്കവാറും എല്ലാ ENT ഡോക്ടേഴ്സിനെയും എൻ്റെ മോളെ കൊണ്ടുവന്ന് കാണിച്ചു. പക്ഷേ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഒരിടത്തു നിന്നും കിട്ടിയില്ല. 1-2 ആഴ്ച കൂടുമ്പോഴത്തേക്കും കുഞ്ഞിന് ചെവിക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ചെവിയുടെ ഉള്ളിൽ മരുന്നിറക്കി ട്യൂബൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. അവൾക്ക് ചെവിയുടെ ഇൻഫെക്ഷൻ വിട്ടുമാറാത്ത ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് അവളുടെ ഈ ഒരു പ്രോബ്ലം കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ നിയോഗം എഴുതി
ഇവൾക്ക് വേണ്ടി ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും തേനും കഴിക്കാൻ കൊടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇവളുടെ രോഗത്തിന് വളരെ മെച്ചമുണ്ടായി. ഇപ്പോൾ വളരെ കൺട്രോളിലാണ്. അത്ര ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും അസുഖം വരാറില്ല. വന്നാൽ തന്നെയും പെട്ടെന്ന് മാറാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹന്നമോൾക്കും ഹൃദ്യമോൾക്കും എപ്പോഴും പനിയും ജലദോഷം വരുമായിരുന്നു. ഒരു 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും പനിയും ജലദോഷം വന്നിട്ട് ആൻറ്റിബയോട്ടിക്, വളരെ ഹൈ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരുമായിരുന്നു ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഞാൻ നിയോഗ പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ആ രോഗം വരുന്ന ഫ്രീക്വൻസി അതും കുറഞ്ഞു, അതും കൺട്രോളിലായി. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. ഞങ്ങൾ 2ാമത്തെ വട്ടം ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ കാറ് വഴിയിൽ വെച്ച് കംപ്ലൈൻ്റായി. അപ്പോൾ കാറ് നന്നാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി നിയോഗങ്ങളെല്ലാം എഴുതി. പക്ഷേ ഞാൻ കാറിൻ്റെ കാര്യം നിയോഗത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു. ഉടമ്പടി പുതുക്കിയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാൻ സമയത്ത് ഞാൻ ഫ്രണ്ടിലുള്ള മാധവൻ്റെ രൂപത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങളുടെ കാറ് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ഇതിനെ കൊണ്ട് ഒരു അപകടം ഞങ്ങൾക്കുണ്ടാകരുത്. ഇതിന് ഒരു സൊല്യൂഷൻ അമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം. ഒരു സാമ്പത്തിക സ്ഥിതി വച്ചിട്ട് ഞങ്ങൾക്കപ്പോൾ പുതിയൊരു കാറ് വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതുകൊണ്ട് ഞാൻ പുതിയ കാറിൻ്റെ കാര്യം പറഞ്ഞില്ല. പക്ഷേ അമ്മയോട് കാറിൻ്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അടുത്ത് പുതുക്കാൻ വന്നപ്പോഴത്തേക്കും പുതിയ കാറിൽ വരാൻ വേണ്ടിയിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് വഴിയൊരുക്കി. അതും പഴയ കാറ് വിൽക്കാൻ സമയത്ത് ഞങ്ങൾ മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ കാര്യത്തിനും അമ്മയോട് ഞാൻ സജഷൻ ചോദിക്കും. അപ്പോൾ അമ്മയുടെ അഭിപ്രായം ഞാൻ അറിയുന്നത്, ഞാൻ ചോദിക്കും, അമ്മേ, എനിക്ക് ഈ കാര്യമാണെങ്കിൽ, എനിക്ക് ഈ കണ്ടീഷനിൽ ഒരു റിപ്ലൈ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ കാര്യം അമ്മയുടെ നിയോഗമാണെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്തുള്ള കോൺവെർസേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ, ഇപ്പം പുതിയ കാർ വാങ്ങാമെന്നുള്ളത് അമ്മയുടെ പ്ലാനാണെങ്കിൽ എൻ്റെ പഴയ കാർ വാങ്ങാൻ വരുന്ന ആൾ ഇത്ര എമൗണ്ട് പറയണം. അപ്പോൾ ഒരാൾ കാർ വാങ്ങാൻ വന്നിട്ട് അയാൾ ഒരു എമൗണ്ട് പറഞ്ഞു. ആ എമൗണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ എമൗണ്ടിനേക്കാളും 1000 രൂപ കുറവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 1000 രൂപയുടെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ, അമ്മ പറഞ്ഞതായിട്ട് തന്നെ കണക്കാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ പിറ്റേ ദിവസം അയാൾ അക്കൗണ്ടിലോട്ട് കാശ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എത്ര രൂപയാണോ ഞാൻ മാതാവിനോട് എമൗണ്ട് പറഞ്ഞത്, അതേ സെയിം എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫറായി. അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു പുതിയ കാറിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതും കാർ ബുക്ക് ചെയ്താൽ സാധാരണ ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയെങ്കിലും കഴിയാതെ കാർ കിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കാറ്, പുതിയ കാറ് 6-ാം ദിവസം ഞങ്ങൾക്ക് ഡെലിവറായി കിട്ടി. മാധവൻ്റെ ടൈം ഷോർട്ടനിങ്ങിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളവിടെ കണ്ടത്. ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു മെഷീൻ വാങ്ങിയിട്ട് പല സാഹചര്യങ്ങളാലും ആ മെഷീൻ ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വളരെ കുറച്ച് നാൾക്കകം തന്നെ സാഹചര്യങ്ങളെല്ലാം ശരിയാവുകയും അതിനകത്ത് ഷീറ്റ് അടിക്കാൻ കഴിയുകയും ചെയ്തു. ചെറുതും വലുതുമായ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവും ഈശോയും തന്നിട്ടുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം രാത്രിയിൽ ഞങ്ങളെല്ലാവരും രാത്രി കിടക്കാൻ സമയത്താണ് ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കുട്ടികൾ ഉറങ്ങാൻ പോകും. ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കുന്ന സമയത്ത് റൂമിൻ്റെ പുറത്ത് ഒരു ക്ലോക്കുമായിട്ട് ഒരാൾ നടക്കുന്ന പോലത്തെ ഒരു ഫീൽ, എപ്പോഴും ക്ലോക്കിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ബൈബിൾ വായന കഴിഞ്ഞ് റൂമിലോട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചെന്ന് റൂം തുറന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തായിട്ട് അമ്മ മാതാവ് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രേ കളറിലുള്ള രൂപമാണ് ഞാൻ കണ്ടത്. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സംരക്ഷണ വലയം പോലെ ഒരു പ്രകാശ വലയം ഞങ്ങളുടെ 4 പേരുടെയും മേളിലായിട്ട് ഞാൻ കണ്ടു. ഇതുകൂടാതെ എനിക്കും ഹസ്ബൻഡിനും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം 1-ലധികം പ്രാവശ്യം അനുഭവിക്കാൻ ദൈവം ഇടവരുത്തി.
പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്യുന്നത് പത്രവിതരണം ക്രൈസ്തവ മേഖലയിലും അക്രൈസ്തവ മേഖലയിലും ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന എല്ലാവരെയും എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കാറുണ്ട്. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്ന കാണുവാണെങ്കിൽ അവരുടെ അടുത്തിരുന്ന് അവരുടെ വിഷമം മനസ്സിലാക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഈശോയും അമ്മ മാതാവും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് കുറച്ച് കോമ്പറ്റീഷൻസിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം മാന്യമായ വിജയം എനിക്ക് അമ്മ മാതാവ് നേടിത്തന്നു. ചെറുതും വലുതുമായ ഒത്തിരി അനുഭവങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. നന്ദി. എൻ്റെ പേര് സൗമ്യ എന്നാണ്. ഞാൻ വരുന്നത് അഴീക്കൽ ഇടവയിൽ നിന്നാണ്. ഞാൻ 12 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായി സ്ഥലമോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ 2022 മെയ് 27-ാം തീയതി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു. അതിനു മുമ്പ് എൻ്റെ അപ്പച്ചൻ എപ്പോഴും ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി പ്രഖ്യാപനത്തിൽ 6 കാര്യങ്ങൾ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയത്താലാണ് ഞാൻ എടുക്കാതിരുന്നത്. അങ്ങനെ എൻ്റെ അപ്പച്ചൻ ഒരു ദിവസം എനിക്കൊരു പത്രം തരാൻ ഇടയായി. ഞാനത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം തന്നെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് 2022 മെയ് മാസം 27-ാം തീയതി ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 4ാമത്തെ പുതുക്കലിന് ശേഷം ഞാനിവിടെ പിറ്റേ മാസം പത്രം വാങ്ങാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇരുന്ന് ആരോ പറയുന്നു അച്ഛനെ കാണാനുള്ള ക്യൂവിൽ നിൽക്കാൻ ആരോ പറയുന്ന പോലെ തോന്നി. ഞാൻ അങ്ങനെ അച്ഛനെ കാണാനുള്ള ക്യൂവിൽ നിന്നു. എനിക്ക് ഒരു തടസ്സവും കൂടാതെ അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അച്ഛൻ പറഞ്ഞതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഷെയറായിട്ട് 10 സെൻറ്റ് സ്ഥലം ഭാഗ ഉടമ്പടിയായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. അവിടെ 2ാമത്തെ ഉടമ്പടിയായിട്ട് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ആ സ്ഥലത്ത് എനിക്ക് വീട് വയ്ക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാഞ്ഞു. അത് വിൽക്കാനായി ഞാൻ 1 വർഷം ഞാൻ ശ്രമിച്ചെങ്കിലും പല തടസ്സങ്ങളായിരുന്നു. അത് അഴീക്കൽ കടപ്പുറമായിട്ട് 50 മീറ്റർ അകലെയാണ് ആ സ്ഥലം ഉണ്ടായിരുന്നത്. അത് തന്നെയല്ല ആ സ്ഥലങ്ങളിലൊക്കെ സ്ഥലത്തിന് തീരെ റേറ്റ് കുറവാണ്. 1 ലക്ഷം കിട്ടിയാൽ ഭാഗ്യം, 1 സെൻറ്റിന് 1 ലക്ഷം കിട്ടിയാൽ ഭാഗ്യം എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ 9ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ബ്ലെസ് ചെയ്ത് എനിക്ക് കാശുരൂപം തന്നു. ആ വിൽക്കാനിരിക്കുന്ന സ്ഥലത്ത് ആ കാശുരൂപം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. മെയ് മാസം 2025 ജനുവരിയിലാണ് ഞാൻ അച്ഛനെ കണ്ടത്. 4 മാസം ഏപ്രിൽ മാസം അവസാനമായപ്പോൾ എനിക്കൊരു കോള് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനടുത്തുള്ള ഒരാൾ തന്നെയാണ് വിളിച്ചത്. ആ സ്ഥലം അവർക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതെടുക്കുന്ന ആ വ്യക്തി ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. മെയ് മാസം അവസാനത്തോടെ ആ വ്യക്തി വരും എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും 1 ലക്ഷം തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവർ എന്നോട് ചോദിച്ചു എത്ര രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നതെന്ന്. എൻ്റെ മനസ്സിൽ ആരോ 1.5 ലക്ഷം രൂപ പറയാൻ പറഞ്ഞു. ഞാൻ അവരോട് 1.5 ലക്ഷം രൂപ പറഞ്ഞു. അവരൊരു തടസ്സവും കൂടാതെ ആ 1.5 ലക്ഷം രൂപ തരാൻ സമ്മതിച്ചു. അങ്ങനെ 2025 ജൂലൈ മാസം 7-ാം തീയതി രജിസ്ട്രേഷൻ നടന്നു. അങ്ങനെ 10 സെൻറ്റ് സ്ഥലം എനിക്ക് വിൽക്കാൻ മാതാവ് എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ലായിരുന്ന സ്ഥലമാണ്. മാതാവ് എൻ്റെ കണ്ണുനീര് കണ്ട് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ, എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മ ഉപേക്ഷിക്കല്ലേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആരും എടുക്കാൻ തയ്യാറല്ലായിരുന്ന സ്ഥലം 10 സെൻറ്റ് സ്ഥലം എനിക്ക് 2025 ജൂലൈ 7-ാം തീയതി രജിസ്ട്രേഷൻ നടന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ ഒരു അപകടത്തിൽ നിന്ന് മാതാവ് രക്ഷിച്ചതാണ്. ഞാൻ ജോലിയും കഴിഞ്ഞ് വാടക വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ വേറെ ആരും ഇല്ലാഞ്ഞു. നല്ല മഴയുള്ള സമയമാണ്. ഞാൻ ജോലിയും കഴിഞ്ഞ് 6 മണിക്ക് വീട്ടിൽ വന്നപ്പോൾ കറണ്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ കറണ്ട് വരണേ. അപ്പോൾ ഞാൻ കറണ്ട് വന്നതിന് ശേഷം കിച്ചണിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നതിൻ്റെ പുറകിലേക്ക് നോക്കാൻ പറഞ്ഞു. എൻ്റെ മാതാവാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ പുറകിൽ ഒരു പാമ്പ് ഭിത്തിയിലേക്ക് കയറുന്ന ഞാൻ കണ്ടത്. അങ്ങനെ എനിക്ക് അതിനെ പുറത്തേക്ക് കളയാനും ഒരു ഉപദ്രവം വരുത്താതെ എന്നെ ആ അപകടത്തിൽ നിന്ന് എന്നെ മാതാവ് രക്ഷിച്ചു.
ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ പത്രം വാങ്ങിച്ച് വീടുകളിലും കടകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് റോഡ് സൈഡിൽ അന്തി ഉറങ്ങുന്നവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ പല സന്ദർഭങ്ങളിലും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉടമ്പടിയിൽ വീഴ്ചയെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ അമ്മയോട് ഞാൻ ഈ സന്നിധിയിൽ വെച്ച് മാപ്പ് ചോദിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു.